ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ക്യാപ്ഷൻ കണ്ടതുപോലെ തന്നെ ഒരു ആഫ്റ്റർ എ ബ്രേക്ക്, ലോങ് ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നേക്കാം കേട്ടോ. കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് വീണ്ടും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്, പക്ഷെ മടി. അപ്പോൾ അത് കാരണം ഇങ്ങനെ നീണ്ടു പോയി. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ഫസ്റ്റ് കണ്ട പോലെ തന്നെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രൈഡ് ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ഇത്ര പീസുള്ളൂ. അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ കുഞ്ഞൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. കുഞ്ഞൂസിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ കുഞ്ഞൂസിന് വാങ്ങിച്ചു കൊടുക്കുന്ന ഐറ്റമാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. അപ്പോൾ അത് വീട്ടിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി മുട്ടയൊക്കെ കലക്കിച്ച് ഇതാണ് ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയുടെ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന ക്രഞ്ചി ആയിട്ടുള്ള പൗഡർ. അപ്പോൾ അതിൽ മുക്കി ഡയറക്റ്റ് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. നമുക്ക് പ്രത്യേകിച്ച് തല പുകയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. അതിൽ ഡിപ്പ് ചെയ്യുക, ഇതിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് നല്ലപോലെ പരട്ടി കൊടുക്കുക. പൊടി പക്ഷേ നമുക്ക് ആ പാക്കറ്റിൽ വളരെ കുറച്ചുള്ളൂ കേട്ടോ. അത്ര പീസിനുള്ള പൊടി ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ശരിക്കും ഒരു 7 പീസ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്തതാണ്. നല്ലപോലെ അതിനുള്ള ചിക്കൻ നല്ലപോലെ പുരട്ടിയെടുക്കാനുള്ള പൊടി കുറവാണ്. 2 പാക്കറ്റെങ്കിലും വേണം. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മൾ ഓൺലൈനിൽ മേടിച്ചത് 2 പാക്കറ്റിന് ഓപ്ഷൻ ഇല്ല, ഒരു പാക്കറ്റേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അവിടെ അതങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ഫ്രഷ് ലൈം കൂടി അതിൻ്റെ കൂടെ ഒന്ന് ഉണ്ടാക്കാമെന്ന് ഓർത്ത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഫ്രഷ് ലൈം. അതിന് വേണ്ടത് മിക്സിയിലേക്ക് 2 നല്ല അടിപൊളി വലിയ ചെറുനാരങ്ങയായിരുന്നു കേട്ടോ. നല്ല പഴുത്ത ചെറുനാരങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതെന്തായാലും ഫ്രഷ് ലൈമിന് പറ്റിയ സാധനമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ടു, 2-3 ഏലക്കായുടെ കുരുവും കൂടി ഇട്ടു, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് അടിച്ചെടുത്തു. എങ്ങനെയാവുമെന്ന് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഫ്രഷ് ലൈം. അപ്പോൾ ഫ്രഷ് ലൈം റെഡിയായി. അപ്പോൾ പാത്രത്തിൽ സെർവ് ചെയ്യാനായിട്ട് കുറച്ച് സോസും കൂടി മിക്സ് ചെയ്തു. അതിൻ്റെ ഒപ്പം ഫ്രഷ് ലൈമും കൂടി അരിച്ചെടുത്തു. ഞാൻ കുടിച്ച് നോക്കി, എനിക്ക് കുഴപ്പമുണ്ടായില്ല. ചേട്ടൻ കുടിച്ച് നോക്കിയപ്പോൾ ചേട്ടൻ കഴിക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ കുറച്ചുകൂടി മധുരമൊക്കെ ഇട്ട് പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ കൊടുത്തു. കുഞ്ഞൂസിന് കൊടുക്കാം കേട്ടോ. കുഞ്ഞൂസ് തിന്നുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഇന്നലെ വൈകുന്നേരത്തെ പണിയായിരുന്നു ഇത്. ഇന്നാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത് കേട്ടോ. കുഞ്ഞൂസിന് ഇഷ്ടപ്പെട്ടു, സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നൂട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഇച്ചിരി വായിൽ വെച്ച് കൊടുത്തപ്പോൾ അന്നൂട്ടി അവിടെ എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മാറിപ്പോയി. നീ കണ്ടോ വാട്ടർ ബോട്ടിലൊക്കെ തൂക്കിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.